ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രീതിക്ക് തന്നെ ചോറ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മട്ടരി വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് അരിയാണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എത്ര വേവുള്ള അരിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്താൽ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും ചെയ്യും. എന്നാൽ വെന്ത് ഒട്ടും കുഴഞ്ഞു പോകില്ല. ചോറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിൻ്റെ ആ കളറ് നമ്മൾ എത്രത്തോളം കഴുകുന്നോ അത്രത്തോളം തിന്നുന്നൊരു ബ്രൗൺ കളർ വെള്ളം പോകാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. ഒരു 4-5 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി നമുക്കിത് കഴുകിയെടുക്കണം കേട്ടോ. എത്രത്തോളം നമ്മളിത് കഴുകുന്നോ അത്രത്തോളം നമ്മുടെ അരി നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. നമ്മൾ കഴുകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ മാറുന്നതെല്ലാം മാറി നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ വെള്ള കളർ വെള്ളം തന്നെ ആവുന്നത് വരെ നമുക്കിത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് അരിയിലെ ആ കളറെല്ലാം ഒന്ന് മാറി നല്ല ക്ലീനായിട്ട് അരി കിട്ടുകയുള്ളൂ. ഏകദേശം ഒരു 4-5 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി മാറ്റി കഴുകുമ്പോഴാണ് കേട്ടോ നമുക്ക് അരി ഇത്രത്തോളം നന്നായിട്ട് കിട്ടുക. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇതിൻ്റെ വെള്ളത്തിന് കളർ മാറ്റമൊന്നും വരില്ല. അതിനർത്ഥം നന്നായിട്ട് തന്നെ അരി ക്ലീൻ ആയിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇത് മട്ടരി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കഴുകിയെടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അരി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊന്ന് മാറ്റിയതിന് ശേഷം ഈ വെയിറ്റിടുന്ന ഹോൾ ഉണ്ടല്ലോ അതിലൂടെ ഒരു ഈർക്കിൽ ഒന്ന് ഇട്ട് നോക്കണം. നമ്മൾ ചോറോ കഞ്ഞിയോ അല്ലെങ്കിൽ പരിപ്പൊക്കെ കൂക്കിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുക്കറിൻ്റെ മൂടി കഴുകി വെക്കുന്ന സമയത്ത് തന്നെ ഒരു ഈർക്കിൽ ഇട്ടിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെപ്പോഴും കുക്കിംഗ് കഴിഞ്ഞാണ്ട് കുക്കറും അതിൻ്റെ അടുപ്പൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒന്ന് ഈർക്കിലിട്ടാണ്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ കുക്കർ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നമൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടിഞ്ഞു കൂടുമ്പോഴാണ് അങ്ങനെയൊക്കെ വരിക. ഇനി നമുക്ക് കുക്കറിലേക്ക് അരിയിട്ട് കൊടുക്കാം. കുക്കറിലേക്ക് അരിയിട്ട് കൊടുത്ത് കുക്കറിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുക്കറിൻ്റെ മുകൾ ഭാഗം വരെ എത്തുന്ന നിലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഏകദേശം എത്രത്തോളം വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചോറിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കത് അടച്ച് വെച്ച് അടുപ്പിലേക്ക് മാറ്റാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഞാനിത് ഏറ്റവും ലോ ഫ്ലെയിമിൻ്റെയും കുറച്ച് മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമും അല്ല എന്നാൽ പറ്റ ലോ ഫ്ലെയിമും അല്ല, അതിനിടക്കായിട്ടാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് വിസിൽ വരും കേട്ടോ. അങ്ങനെ 2 വിസിൽ വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ 2 വിസിലും ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ പ്രഷർ താനേ ഒന്ന് പോയി കിട്ടുക. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ചോറ് വാർത്തെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രഷറെല്ലാം ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തു. നമ്മുടെ ചോറ് ഇവിടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിത് ചോറ് വാർത്തെടുക്കാം. കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചോറ് വാർത്തെടുക്കാം. ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് ചോറൊന്ന് വാർത്തെടുക്കുന്നത്. വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റുന്നില്ല. കുക്കറിൻ്റെ വാഷറൊന്ന് ഊരി മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചോറ് വാർക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള സ്റ്റാൻഡുള്ള പാത്രം ഉണ്ടാവില്ലേ, അതിലേക്ക് കുക്കറൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് കഞ്ഞിവെള്ളമൊന്നും പോവാതെ നമ്മുടെ കൈ ഒട്ടും തന്നെ ചൂടാവുകയും ചെയ്യാതെ നല്ല രീതിക്ക് തന്നെ ചോറ് വാർത്തെടുക്കാനായിട്ട് കഴിയും. ഇനി ചോറ് ഇതുപോലെ വാർത്തെടുക്കല്ലാതെ ഊറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ചോറ് അങ്ങനെയൊന്നും കമിഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിക്ക് തന്നെ ചോറൊന്ന് വാർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ വെള്ളമെല്ലാം ഒന്ന് നല്ല രീതിക്ക് തന്നെ പോയി നമ്മുടെ ചോറ് മാത്രമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറ് നമുക്ക് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒട്ടും തന്നെ പരസ്പരം ഒട്ടുന്ന രീതിയിലായിട്ടുമില്ല. ഇതിന് നമുക്ക് ആകെ വേണ്ടത് ഒരു 15 മിനിറ്റ് ഫ്ലെയിമിലും
15 മിനിറ്റ് ഓഫാക്കിയിട്ട് മാത്രമാണ് ഏകദേശം ഒരു 30 മിനിറ്റോളം ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നമുക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും. ഇതിന് മുൻപ് ഞാൻ നമുക്ക് കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.